യൂറോ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ യൂറോപ്പിലെ എല്ലാ നഗരങ്ങളും തെരുവുകളും തെരുവീതികളും എല്ലാം വീടുകളും ഒക്കെ ഇതുപോലെ നല്ല അലങ്കരിച്ച് നല്ല ഭംഗിയാക്കി വെക്കുന്ന ഒരു പതിവുണ്ട്. അത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം യൂറോപ്പിലേക്ക് ഒരുപാട് ആളുകൾ കയറി വരുന്നുണ്ട്, അവരെല്ലാം ഇത് കാണുന്നതാണ്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ക്രിസ്മസ് പോലെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഡിസംബർ 13. ഡിസംബർ 13 സെയിൻറ്റ് ലൂസിയുടെ ദിവസമാണ്. സെയിൻറ്റ് ലൂസിയുടെ ദിവസത്തിൽ ഇവിടെ കുട്ടികളൊക്കെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രാർത്ഥിക്കുകയും അവർ സെയിൻറ്റ് ലൂസിനോട് പ്രാർത്ഥിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കും എന്നൊക്കെയാണ് ഒരു വിശ്വാസം. ഇതേ വിശ്വാസം നോർവേയിലും ഉണ്ട്. നോർവേയിൽ സെയിൻറ്റ് ലൂസിയുടെ ഡേയിൽ കുട്ടികൾ ബേക്ക് ചെയ്യും, ചെറിയ കേക്കുകളൊക്കെ ഉണ്ടാക്കുകയും അത് ആളുകൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. ലൈറ്റ് ക്രൗണൊക്കെ വെച്ച് അവരിങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും. ഇത് ബെർഗമോയിലുള്ള ഒരു പള്ളിയാണ്. ഇറ്റലിയിലെ ബെർഗമോയിലുള്ള സാന്താ ലൂസിയൻ്റെ ഒരു പള്ളിയാണിത്. സെയിൻറ്റ് ലൂസി എന്ന് പറയും. ഇറ്റലിയിൽ എല്ലാ വർഷവും ഡിസംബർ 13 ക്രിസ്മസിൻ്റെ അത്രയും തന്നെ പ്രാധാന്യത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു ഫീസ്റ്റാണ് സെയിൻറ്റ് ലൂസിയുടെ ഡേ. അപ്പോൾ അന്നത്തെ ദിവസങ്ങളിൽ കുട്ടികൾക്കാണ് പ്രാധാന്യം. ഒരാഴ്ച മുമ്പൊക്കെ തന്നെ കുട്ടികൾ ഈ സെയിൻറ്റ് ലൂസിൻ്റെ ഇവിടെ വന്നിട്ട് ഈ പള്ളിയിൽ വന്നിട്ട് അവിടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ കൊണ്ടുപോയിട്ട് അവർക്ക് എന്തൊക്കെ വേണം ക്രിസ്മസിന് എന്നുള്ള ആഗ്രഹങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ ലെറ്ററായിട്ട് എഴുതിയിടും. ആ എഴുത്ത് എന്നിട്ട് അവിടെ ഇട്ടതിന് ശേഷം അവർ പ്രാർത്ഥിച്ചിട്ട് പോകും. എന്നിട്ട് ഈ സെയിൻറ്റ് ലൂസി ഡിസംബർ 13 കുട്ടികളെ കാണാൻ വന്ന് അവർക്ക് വേണ്ട മിഠായിയും അവരെഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളും ഒക്കെ കൊടുക്കുമെന്നാണ് ഒരു ചെറിയ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ.